തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവിതം സന്ധ്യയും എരിയുന്നൊരു പകൽ നാളകം മഴനൂലുകൾ ഇഴനെയുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ ഏകാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം 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 മുത്തശ്ശിയെ കാണാൻ അമ്മയോടൊപ്പം നന്ദനെ വിടാത്തതിൽ ഉദയനോട് ദേഷ്യപ്പെടുന്ന വസുന്ധര. അമ്മയുടെ മുന്നിൽ താൻ ആളാവാൻ ശ്രമിക്കരുതെന്ന് ഉദയൻ നന്ദനയോട്. ഉദയന്റെയും നന്ദനയുടെയും ദാമ്പത്യ ജീവിതം എങ്ങനെ തകർക്കുമെന്ന ഗൂഢാലോചനയുമായി കാർത്തികയും യതീന്ദ്രനും. കുന്നത്തൂർ കോവിലകത്തിന്റെ സ്വത്തുവകകളെക്കുറിച്ച് നന്ദനയോട് പറയുന്ന വസുന്ധര. വസുന്ധര നന്ദനയുമൊത്ത് കോവിലകത്തിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു. ഇത് കണ്ട് ഞെട്ടുന്ന കാർത്തിക. ഇനി തുടർന്ന് കാണുക. എന്താ കാർത്തികേ? യതിയേട്ടൻ എവിടെ? നീ എന്താന്ന് പറ. അടുത്ത് ആരെങ്കിലും ഉണ്ടോ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മ നന്ദനയും കൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലെല്ലാം സന്ദർശനം നടത്താനാണ് പോലും. ടെക്സ്റ്റൈൽ ഷോപ്പ് ഉൾപ്പെടെ എല്ലായിടത്തും വരുന്നുണ്ട്. എന്താ ഉദ്ദേശം എന്നറിയില്ല. ഒന്നുകിൽ അവൾ അമ്മയെ സോപ്പിട്ട് സമ്മതിപ്പിച്ചതാ, അല്ലെങ്കിൽ അവളെ അമ്മ സോപ്പിടാനുള്ള പരിപാടിയാ. രണ്ടായാലും ദോഷം നമുക്കാ. മനസ്സിലായോ യതിയേട്ടന്? മനസ്സിലായി. ഒറ്റ സന്ദർശനം കൊണ്ട് ഈ പരിപാടി നിർത്തണം അവള്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ യതിയേട്ടൻ ചെയ്യണം. ഏതെങ്കിലും സ്റ്റാഫിനെ ഉപയോഗിച്ചിട്ടോ എങ്ങനെയായാലും വേണ്ടില്ല. അല്ലെങ്കിലേ അവൾക്ക് അടിക്കടി കമ്പനി വരണമെന്ന് തോന്നും. ഒരു മാനേജിംഗ് പാർട്ട്ണറുടെ ഭാര്യയല്ലേ, അതിന്റെ പവർ കാണിക്കാലോ. അത് ഞാൻ നോക്കിക്കോളാം. പുത്തൻ മരുമോളെ കണ്ട് ആകെ ഇളകിയിരിക്കാം അമ്മായിയമ്മ. ഇങ്ങനെ പോയാലേ ഇളകുന്നത് നമ്മുടെ സ്ഥാനമായിരിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. അത് മുൻകൂട്ടി കണ്ട് നമ്മൾ ഇപ്പോഴേ പണി തുടങ്ങണം. ദേ, നന്ദനമോളോടുള്ള വാത്സല്യം കൂടിയിട്ട് സ്വത്തിന്റെ മേജർ പങ്കെങ്ങാനും അമ്മ അവർക്ക് എഴുതി കൊടുത്താൽ നിങ്ങളുടെ അമ്മയുടെ അന്ത്യമായിരിക്കും. ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിക്കാതെ നോക്കണം, അല്ലെങ്കിലേ നിങ്ങളുടെ അന്ത്യമായിരിക്കും. നന്ദന ഇങ്ങോട്ടാണോ വരുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം. ശരി, ഞാൻ വിളിക്കാം. ഇതിലെ പോയപ്പോ ഒന്ന് കേറിയേക്കാന്ന് വിചാരിച്ചു. എന്തിനാ കള്ളം പറയുന്നേ? ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് വന്നാ ചേച്ചി. മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. അവളെ കാണാൻ ഇവിടെ വരുന്നതിന് എന്തിനാ പേടിക്കുന്നേ? അച്ഛാ, സുഖമല്ലേ മോളെ നിനക്ക്? അയ്യോ, കണ്ടമാനം ജോലി ഉണ്ടെന്ന് തോന്നുന്നു. പെണ്ണങ്ങ് കോലം കെട്ടു. അങ്ങനെ വലിയ ജോലിയൊന്നും ഇല്ലമ്മേ.
ഒരു വീടാകുമ്പോൾ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. രാജകൊട്ടാരത്തിൽ നിന്ന് വന്നൊന്നും അല്ലല്ലോ മേലനങ്ങാതിരിക്കാൻ. പരാതി പറഞ്ഞതല്ല, കൊച്ചിന്റെ കളറങ്ങ് പോയി, അതുകൊണ്ട് ചോദിച്ചാ. ചായ എടുക്കട്ടെ അച്ഛാ? വേണ്ട മോളെ. അല്ലെങ്കിലും ചായ കുടിക്കാനൊന്നും നേരമില്ല. ഓട്ടത്തിനിടയിൽ ഇതിലെ കയറിയതല്ലേ. നിന്നെ കണ്ടിട്ട് ഉടനെ പോവും. എനിക്കേ അടുക്കളയിൽ ജോലിയുണ്ട്. ഇവര് പോകുമ്പോ വാതിലടച്ചേക്കണേ. എന്താ ചേച്ചി ഇത്? ഞങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലേ, ഒരു മര്യാദ കാണിക്കണ്ടേ? ചന്ദ്രികേ, ചേട്ടനൊന്നും മിണ്ടായിരുന്നേ. നിങ്ങളുടെ മോളെ കാണാനാണോ എന്റെ മര്യാദ കാണാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇവളെ കാണാൻ തന്നെയാ വന്നത്. ആ കൂട്ടത്തിൽ ചേച്ചിയോടൊന്ന് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് കേൾക്കണമെന്നില്ല. ഞങ്ങൾക്കത് പറഞ്ഞേ പറ്റൂ. ദാ ഇവൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ചേച്ചി അത് കേൾക്കുകയും വേണം. അമ്മേ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നൊന്നുമല്ല മോളെ. ഉള്ള കാര്യം പറയാതിരുന്നാൽ എങ്ങനെയാ? സോമേട്ടാ, അതായത് ഞങ്ങളുടെ മോളും ഇവിടുത്തെ മനീഷും തമ്മിൽ ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ ഏട്ടാ, ഞാൻ പറയാം. അതെ, ഇതിങ്ങനെ എത്ര കാലം തുടരുമെന്നാ ചേച്ചിയുടെ വിചാരം? ഏതാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു തരാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞിരുന്നവരാ ഞങ്ങള്. വീട്ടുജോലികളും ചെയ്ത് ആട്ടും തുപ്പും കേട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഞങ്ങളത് സഹിക്കത്തുമില്ല. ന്യൂസ് അറിയിച്ചിട്ട് എന്റെ മിസ്റ്ററിക്കാൻ ഇവരെ വിളിച്ചു വരുത്തിയതാണോ? സത്യയോട് ഞാൻ പറഞ്ഞിട്ടല്ല അച്ഛനും അമ്മയും വന്നത്. ഇവർക്ക് ജോലിസ് അറിയാവടി കാര്യങ്ങൾ മനസ്സിൽ കണ്ട് ഓടി വരാൻ. അപ്പം മനസ്സിൽ കാണാൻ പറ്റിയ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പറഞ്ഞല്ലോ ഞാൻ, ഒരു വീടാവുമ്പോ ഇത്തിരി ജോലികളൊക്കെ കാണും. അത് ചെയ്യേണ്ടത് വീട്ടിലുള്ളവരുടെ ചുമതലയാ. അങ്ങനെ വീട്ടിലെ അംഗമായിട്ട് ലൈലയെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? അത്രേ അറിഞ്ഞാ മതി. അംഗീകരിച്ചിട്ടില്ല, എന്തു വേണം? അതിനി പറ്റില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്ത് വേണമെന്നാ? നാട്ടുകാരിടപെട്ടപ്പോ അമ്പലനടയിൽ വെച്ച് മനീഷ് എവിടെ കഴുത്തേൽ ഒരു മാലയിട്ടു. ആ കെയർ ഓഫിൽ അവൻ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. അവിടുന്ന് മുങ്ങിയ മനീഷ് ഇപ്പൊ ഇവിടെയായി. സംഭവിച്ച എന്താന്നറിഞ്ഞിട്ടും മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാ ലൈലെ ഞാൻ ഇവിടെ കൊണ്ടുവിട്ടത്. അന്ന് ഞാനും ഉണ്ടായിരുന്നു ചന്ദ്രികേ. ഓ, എന്നിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും മനീഷ് ആകട്ടെ നിങ്ങൾക്കാകട്ടെ ഒരു ചലനവും ഇല്ല. അതിനിപ്പോ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? ഒരു മാല ഇട്ടതുകൊണ്ടായില്ല. മുഹൂർത്തം നോക്കി മനീഷിനെ കൊണ്ട് ലൈലയുടെ കഴുത്തെ താലി കെട്ടിക്കണം. സദ്യം സർവാണിയൊന്നും വേണ്ട. 4 പേരെ വിളിച്ച് വേണമെങ്കിൽ ഒരു ഉരുള ചോറ് കൊടുക്കാം. അതിന്റെ ചെലവ് പെണ്ണിന്റെ ആൾക്കാരെന്ന നിലയിൽ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലേ ഏട്ടാ? തീർച്ചയായും അടപ്രഥമൻ സഹിതം സദ്യ നടത്തിയേക്കാം. അതാലോചിക്കാം. താലി കെട്ടുന്നുണ്ടോന്നുള്ളതാ പ്രധാന കാര്യം. വേണമെങ്കിൽ സുമിത്ര ചേച്ചി ഒന്ന് ആലോചിച്ചിട്ട് നാളെ തീരുമാനം പറഞ്ഞാ മതി. എന്തോന്നാ ഇത്ര ആലോചിക്കാൻ? ഇപ്പൊ പറയാവുന്നതല്ലേ ഉള്ളൂ. ഇത് 2 കൂട്ടരുടെയും കൂടെ ആവശ്യമാ. ആര് പറഞ്ഞു? എനിക്ക് ആവശ്യമുള്ള കാര്യമല്ല. അപ്പൊ ചേച്ചിയുടെ മോനോ? അവൻ ആവശ്യമില്ലേ? അത് അവനോട് ചോദിക്കണം. ഇതൊരു ഒഴിഞ്ഞുമാറ്റമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു സംശയം ഉള്ളത് കൊണ്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോണ്ട് വന്നത്. അന്നത്തെ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉള്ളത്. ചന്ദ്രിക സോമനും ഒരു ആവശ്യത്തിന് വിളിച്ചാ നാട്ടുകാർ മുഴുവനും ഇങ്ങോട്ട് പോരും. നിങ്ങളുടെ മോളെ ഇവിടെ അടിച്ചേൽപ്പിച്ച് അടങ്ങുമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങിയതാ നിങ്ങള്? ഇതുവരെ അങ്ങനെയല്ല. വേണമെങ്കിൽ അങ്ങനെയും വിചാരിക്കാം. അത്രയ്ക്ക് സാമർത്ഥ്യം കാണിക്കല്ലേ. മനീഷേ, നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടില്ല. നിങ്ങൾ സൗകര്യപൂർവ്വം ഇവളെ ഇങ്ങോട്ട് തള്ളിയിട്ട് പോയതാ. പിന്നീട് ഇത്രയും ദിവസമായിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചു വന്നോ? ആത്മാർത്ഥതയുള്ള ഒരു അച്ഛനും അമ്മയും. അതിനാ ഇപ്പൊ വന്നത്. ഒരല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിലേ ഇങ്ങനെ വരാൻ തോന്നില്ല. മക്കളുണ്ടായാ പോരാ, അടക്കം ഒതുക്കായിട്ട് വളർത്താൻ പഠിപ്പിക്കണം. എനിക്കുണ്ട് പെൺമക്കള്. ഓ, ചേച്ചി എന്താ തമാശ പറയാ? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവിടുത്തെ പെമ്മക്കടെ കാര്യങ്ങള്. കൈനകരിക്കാരൻ തങ്കപ്പനാശാരിയുടെ മോൻ രാജേഷ് അല്ലേ ഇവിടുത്തെ ഒരു മരുമോൻ? വേണ്ടമ്മേ, പറയട്ടെടി, അതിനൊരുപെട്ട് വന്നതല്ലേ. നിന്നെ സഹിക്കണം, നിന്റെ വീട്ടുകാരെ സഹിക്കണം. പറയട്ടെ. ഞാനായിട്ട് പറഞ്ഞതല്ല, ചേച്ചി എന്നെ കൊണ്ട് പറയിച്ചതാ. വഴക്ക് വേണ്ട ചന്ദ്രികേ. അതിനാര് വഴക്കിട്ടു? ചേച്ചി പറഞ്ഞു, ഞാൻ അതിന്റെ ബാക്കി പറഞ്ഞു. ബന്ധുക്കളാവുമ്പോ അങ്ങനെയൊക്കെ. ബന്ധുക്കളോ? എങ്ങനെ? കണ്ടോ, ചേച്ചി തന്നെ ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? ഈ തർക്കം ഉണ്ടാകാതിരിക്കാനുള്ള പോംവഴിയാ ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ മോളെ ചേച്ചി പൂവിട്ട് പൂജിക്കാൻ മറ്റും വേണ്ട. പക്ഷെ ഇത്രയും ദിവസം ഇവിടെ താമസിപ്പിച്ചു. അതിന്റെ ന്യായം എന്താ? ഞാൻ താമസിപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങളിവിടെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ. സ്വീകരിച്ചില്ലെങ്കിലേ അന്ന് ഉപേക്ഷിക്കണമായിരുന്നു, അടിച്ചിറക്കി വിടണമായിരുന്നു. എന്താ അങ്ങനെ ചെയ്യാതിരുന്നത്? അപ്പോ ബാധ്യതകളില്ലാതെ മകന്റെ സ്വകാര്യങ്ങൾക്കായി ഒരു പെണ്ണ്. അങ്ങനെ ഓസിനൊരു മരുമകളെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഒരാഴ്ചയുടെ കാര്യം പറ ചന്ദ്രികേ. അതാ പറയാൻ വരുന്നത്. ഒരാഴ്ചത്തെ സമയം തരാം. അതിനു മുമ്പ് മനീഷ് ലൈലയുടെ കഴുത്ത് മിന്നു കെട്ടിയില്ലെങ്കിൽ ചേച്ചി സംഗതി വഷളാവും, പറഞ്ഞേക്കാം. മനീഷ് മാത്രമല്ല, നിങ്ങളും നാവും. വനിതാ കമ്മീഷന്റെ കാര്യം പറ ചന്ദ്രികേ.
അത് പറയാതെ തന്നെ സുഭദ്ര ചേച്ചിക്ക് അറിയാൻ ചേട്ടാ. അപ്പൊ അടുത്ത ആഴ്ച കാണാം. പോട്ടെ മോളെ. നോക്കിയും കണ്ട് നിക്കണം നീ. വാ ചേട്ടാ. കൊള്ളാം, നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊന്നും അറിഞ്ഞതല്ലേ അമ്മേ. നീയൊന്നും അറിഞ്ഞതല്ല. നമസ്കാരം അമ്മേ. എന്തൊക്കെയുണ്ട് ചന്ദ്രൻപിള്ളേ? സുഖമായിരിക്കുന്നമ്മേ. മനസ്സിലായോ ഇത് ആരാണെന്ന്? കല്യാണത്തിന് കണ്ടതല്ലേ? നമ്മുടെ ടെക്സ്റ്റൈൽസ് തുടങ്ങിയ കാലം മുതലേ ചന്ദ്രൻപിള്ള ഇവിടെയുണ്ട്. ആ, യതീന്ദ്രനുണ്ടോ അകത്ത്? ഇന്ന് ഇതുവരെ വന്നില്ലമ്മേ. ശരി, ഞാനൊന്ന് കേറിയിട്ട് വരട്ടെ. വാ മോളെ. വാ വാ വാ, ഇതാ നമ്മുടെ കട. മോള് കണ്ടോ? ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ കണ്ടില്ലായിരുന്നു. മാഡോ? അങ്ങനെ എന്നെ വിളിക്കരുതെന്ന് ഞാൻ നേരത്തെ ഒരു ഫോർമാലിറ്റി ഭാഗമായിട്ട് വിളിക്കുന്ന. ആ, അങ്ങനെയാണെങ്കിലേ ഈ ആളെ ഇനി മുതൽ മാഡം എന്ന് വിളിച്ചോളൂ. എന്താ അമ്മേ? നന്ദനെ, ഇതാണ് നമ്മുടെ മാനേജർ. നമസ്കാരം, പേര് മഹേഷ്. നമസ്കാരം. ആ, എല്ലാരും ഉണ്ടല്ലോ. ഞാൻ മോളെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. ചായ കോഫി എടുക്കട്ടെ? വേണ്ട, മോൾക്ക് വേണോ? വേണ്ടമ്മേ. ഞാൻ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് ഇവൾക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വന്നോളൂ അമ്മേ. വാ മോളെ. സാരിയുടെ സെലക്ഷൻ മുകളിലല്ലേ മകേഷേ? അതെ, നമുക്ക് ലിഫ്റ്റിൽ പോവാം. വേണ്ട, പടി കയറാം. വാ മോളെ. ഹോ, ഇതൊക്കെ ദിവസവും മാറ്റി മാറ്റി ഉടുപ്പിക്കാന്ന് പറഞ്ഞാ എന്ത് പാടാന്നറിയോ? അതെ അമ്മേ. ആ, അല്ല, കാഞ്ചീപുരം സാരികളുടെ സെലക്ഷനൊക്കെ എവിടെയാ മഹേഷേ? ദാ അവിടെയാണ്. ആ, വാ മോളെ. മോളെ, നമുക്ക് കുറച്ച് സാരികൾ സെലക്ട് ചെയ്യാം. എനിക്ക് ഇപ്പോഴത്തെ ഫാഷനുകളെ പറ്റി ഒന്നും ഇരിക്കമ്മേ. അറിയില്ല. ആ, മോളിരിക്കെ. മോളെ, കല്യാണം കഴിഞ്ഞു പോയിട്ട് ചേച്ചി സുഖായിരിക്കുന്നോ? വിളിക്കാറുണ്ടോ? വല്ലപ്പോഴും വിളിക്കും. പുതിയ സ്റ്റോക്ക് ഒന്ന് കാണിച്ചു. മോളിരിക്കെ. നോക്കി സെലക്ട് ചെയ്യും മോളെ. ഇരിക്കുന്നേ, അതിങ്ങെടുത്തേ. ഇതെനിക്കിഷ്ടമായി. ഇത് നല്ല കളറാ. ഇത് അമ്മയ്ക്ക് ചേരും. അത് കൊള്ളാം. എനിക്കല്ല, നന്ദനമോക്ക് വേണ്ടിയാ. എനിക്കിപ്പോ പുതിയത് വേണ്ടമ്മേ. ആവശ്യത്തിന് സാരി ഉണ്ടല്ലോ. അതൊക്കെ എനിക്കറിയാം മോളെ. പുതിയ ഫാഷനുള്ള സാരികളൊക്കെ ഇങ്ങെടുത്ത്. അമ്മേ വേണ്ട. മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. മോളിങ്ങെടുക്ക്. ആ, അയ്യോ, ഇത് നന്നായി എന്തിനമ്മേ ഇതൊക്കെ? നീ ഒന്നവിടെ മിണ്ടാതിരുന്നേ.
വേണോ വേണ്ടേന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിങ്ങെടുത്തേ, മുകളിലുള്ളത്. അമ്മ ഇപ്പൊ ഇതൊന്നും ആവശ്യമില്ലല്ലോ. ചുമ്മാതിരിക്കേ. ആ, ഇതും കൊള്ളാല്ലേ. ഇത് കൂടി എടുത്തോ, പാക്ക് ചെയ്തോ മോളെ. എന്തിനമ്മ ഇത്രയും സാരി? ഇരിക്കട്ടെ മോളെ, എടുക്കാം. അമ്മ ഞാൻ എടുക്കാം, നിക്ക്. ഇങ്ങ് തന്നേക്ക് മാഡം. മോളുടെ കല്യാണാണ്. ആ, എപ്പോഴത്തേക്കാ? ചിങ്ങത്തിലാ. ശരി, ഒരു ദിവസം മോളെയും കൊണ്ട് വീട്ടിലേക്ക് വരൂ. ഓ, മോള് കയറ്. ഇത് നമ്മുടെ കോവിലകം വക ടൂറിസ്റ്റ് ഹോമാ. ഇതിന്റെ ചുമതല യതീന്ദ്രനാ. ദോഷം പറയരുതല്ലോ. ഉദയം വല്ലപ്പോഴും ഇവിടെ വരാറുണ്ട്. അത് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനല്ല, നാടക ചർച്ചയ്ക്കാ. സ്വസ്ഥമായിട്ടിരിക്കാൻ ഇഷ്ടം പോലെ മുറികളും വേണമെങ്കിൽ ഹാളും ഉണ്ട്. മോള് വാ. ഹലോ റിസപ്ഷൻ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? യതീന്ദ്രൻ സാറിന്റെ അമ്മ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് ഒരു മുന്നറിയിപ്പ് വേണോ ശിവപ്രസാദ്? അല്ല, പതിവില്ലാത്തോണ്ട് ചോദിച്ചതാ. ഞങ്ങള് രണ്ടുപേരും കൂടി രാവിലെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. ഇത് അറിയാം, കല്യാണത്തിന് ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓർക്കുന്നില്ല. ആ, ശിവപ്രസാദ് ഇവിടുത്തെ ഓഫീസ് മാനേജരാ. അല്ല, നമ്മുടെ യതീന്ദ്രൻ ഇന്ന് ഓഫീസിൽ വന്നിട്ടുണ്ടോ? ഇല്ല. സാർ വിളിച്ചിരുന്നോ പ്രിയ? ഇല്ല, ഇപ്പൊ വരുമായിരിക്കും. അതെ. ടെക്സ്റ്റൈൽസ് ചെന്നപ്പോ അവിടെയും അവനില്ലായിരുന്നു. ചിലപ്പോ കൺസ്ട്രക്ഷൻ സൈറ്റിലെങ്ങാനും പോയതായിരിക്കും. ഹാ, അവിടെ ചെല്ലുമ്പോഴറിയാം അവിടെ ഉണ്ടോന്ന്. അത് സാറ് ഡെയിലി വന്നില്ലെങ്കിലും സാറിന്റെ നോട്ടം എല്ലായിടത്തും എത്തുന്നുണ്ട്. പോരാത്തതിന് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളൊന്ന് ഓഫീസിൽ Yes, കേട്ട് madam. വരാം. വാ മോളെ. നിങ്ങളൊരു ഡേറ്റ് പറയൂ, നമുക്ക് അന്നിരിക്കാം. സൺഡേയോ? ആ ശരി ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എം ഡിയുടെ അമ്മ വന്നിട്ടുണ്ടേ. നമസ്കാരം. ഇരിക്കുമേ. വേണ്ട വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഇരിക്കും മോളെ. കുറെ നാളെയല്ലോ അമ്മയെ വഴിക്കൊന്ന് കണ്ടിട്ട്. അതിനല്ലേ ഞങ്ങൾ ഇപ്പൊ വന്നത്. ആ, നിങ്ങളിരിക്കേ. താങ്ക് യു മാഡം. ഉദയൻ സാറിന്റെ വൈഫിന് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അത് വേണല്ലോ. 2 മാസം മുമ്പ് ഉദയൻ സാറൊന്ന് വന്ന് പോയതാ, പിന്നെ കണ്ടിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് ഡിസ്കഷൻ ഇരുന്നാ മതിയോ? ബിസി ആയിരിക്കില്ലേ? ഓ, ഇതാണ് നമ്മുടെ ചീഫ് അക്കൗണ്ടന്റ്. പേര് ശങ്കരനാരായണൻ. തൃശ്ശൂരിലെ വാടാനപ്പള്ളിയിലെ വീട്. ആ, വാ വാ. ഇത് നമ്മുടെ ക്ലർക്ക്. എന്റെ പേര് ജെയിംസ്. ആ, ഇതാണ് നന്ദനെ, നമ്മുടെ പ്രധാന ഓഫീസ്. ആ. എല്ലാ ബിസിനസിന്റെയും കണക്കും കാര്യങ്ങളും പണമിടപാടുകളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ നിന്നാ. ആ രജിസ്റ്റർ മറ്റും ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കും. അത് ഓഡിറ്റിന് ആവശ്യം കൊണ്ടുവരിക്കാം. ഓ, ഞാനത് അങ്ങ് മറന്നുപോയി. നേരത്തെ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. വലിയ മെച്ചമൊന്നും ഇല്ലെന്ന് കണ്ടപ്പോ അതങ്ങ് നിർത്തി. ബിയർ പാർലറിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ യതീന്ദ്രൻ സാറിന് അതിന് താല്പര്യമില്ല. യതിയല്ല, ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. കോലത്തെ സ്ഥാപനത്തിന് അങ്ങനെ ഒരു കച്ചവടം ശരിയാവില്ല.
ഇനിയുള്ളത് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലവാ. അത് മറ്റൊരു ദിവസം പോയി കാണാം നമുക്ക്. അതോ ഇന്ന് തന്നെ അങ്ങോട്ട് പോണോന്നുണ്ടോ? ഇല്ല. വലിയ വലിയ കരാറു പണികള് നേരത്തെ എടുത്ത് ചെയ്യുമായിരുന്നു ഉദയന്റെ അച്ഛനുള്ള കാലത്ത്. ഇപ്പൊ അത്രയ്ക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ യതീന്ദ്രന് താല്പര്യമില്ല. എന്റെ അച്ഛൻ കോൺട്രാക്ട് വർക്കുകൾ എടുത്ത് നടത്തിയിരുന്നു. അത് ശരി. കമ്പനിയായിട്ടൊന്നുമില്ല. അച്ഛൻ ഒറ്റയ്ക്ക് എല്ലാം നോക്കിയിരുന്നത്. വീട് തന്നെയായിരുന്നു ഓഫീസും. MDയും സ്റ്റാഫും ഒക്കെ അച്ഛനായിരുന്നു. ആ, അപ്പൊ നമ്മുടെ കമ്പനി കൊണ്ടു നടക്കാൻ മുൻപരിചയമുള്ള ഒരാളായല്ലോ. അച്ഛന്റെ ഗുണം മോൾക്ക് കുറച്ചെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. അയ്യോ, ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. എന്നാലും അച്ഛന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒരു അംശമെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ? അതെന്തായാലും എനിക്ക് സമാധാനമുള്ള കാര്യമാ. കുന്നത്തൂരെ 2 ബിസിനസ് സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി. ഞാൻ കൊണ്ടു നടന്ന് കാണിച്ചു, നന്ദന കണ്ടു. പക്ഷേ അഭിപ്രായമൊന്നും മോള് പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാനാ അമ്മേ? ഇത് ഉദയന്റെ സ്വഭാവ. ഞാനെന്ത് പറയാനാ, ഞാനെന്ത് പറയണം, അല്ലെങ്കിൽ ഞാനെന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് അവൻ അങ്ങ് ഒഴിഞ്ഞു മാറും. ഉദയം കൂടി വേണ്ട വിധത്തിൽ ഇതിൽ ഇടപെട്ടിരുന്നെങ്കിൽ വരുമാനം ഇരട്ടിയാവുമായിരുന്നു. ആ കുറവ് മോള് നികത്തി തരണം. എനിക്കിതൊന്നും പരിചയമുള്ള കാര്യമല്ലമ്മേ. ഇങ്ങനെയൊക്കെയല്ലേ പരിചയം ഉണ്ടാവുന്നത്? ആദ്യം ബിസിനസ്സിൽ മോള് ശ്രദ്ധിക്കണം. പിന്നെ ഉദയനെ കൂടി ഇതിലേക്ക് മോള് കൊണ്ടുവരണം. ബിസിനസിന്റെ കാര്യം പറയുമ്പോഴേ ഉദയൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി വഴക്കിടും. പിന്നെ ആ കാര്യം നമ്മൾ മിണ്ടില്ലല്ലോ. അവന്റെ ആ പരിപാടി മോളായിട്ട് തന്നെ അവസാനിപ്പിക്കണം. കൂട്ടത്തിൽ നാടകത്തിന്റെ പുറകെയുള്ള ഈ ഓട്ടം കൂടി ഒന്ന് നിർത്തണം. ചില്ലറ പണവും സമയവും അധ്വാനവും അല്ല ഉദയൻ നാടകത്തിന്റെ പേരും പറഞ്ഞ് പാഴാക്കിയത്. ഇനി മോൾ അതിനനുവദിക്കരുത്. അമ്മ ഇത്രയും നാള് ഉപദേശിച്ചും പറഞ്ഞു നോക്കിയിട്ട് നടക്കാത്ത കാര്യ. പിന്നെ ഞാൻ വിചാരിച്ച നടക്കും. അതാണ് അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം. ആഹാരം കഴിക്കുമ്പോഴോ പത്രം വായിക്കുമ്പോഴോ ഒക്കെയാ അമ്മമാർ ഇത്തരം കാര്യങ്ങളൊക്കെ മക്കളോട് സംസാരിക്കുന്നത്. എന്നാൽ ഭാര്യമാർക്ക് ഇങ്ങനെ ഗൗരവമുള്ള കാര്യം ഭർത്താവിനോട് പറയാൻ സഹായമായിട്ടൊരു വസ്തുവുണ്ട്. കിടപ്പുമുറിയാണത്. തലയണ മന്ത്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെയാ. നന്ദന വിചാരിച്ച അത് നടക്കും. കാരണം മോൾക്ക് എടുത്തുചാട്ടം ഇല്ല. പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമയും ഉണ്ട്. ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഞാനതൊക്കെ മനസ്സിലാക്കി. കുന്നത്തൂരിലെ ബിസിനസ്സുകളുടെ ചുമതലക്കാരൻ യതീന്ദ്രനാ. നമ്മൾ പോയിടത്തെങ്ങാനും അവനെ കണ്ടോ? ഇല്ലല്ലോ. അതാണ് അവന്റെ ഉത്തരവാദിത്വം. നന്ദനയോടായതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. മോൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ചുമതലാബോധം ഇല്ലെന്ന് മാത്രമല്ല, പണപ്പെട്ടിയിൽ നിന്നും കൈയിട്ട് വാരുന്നുമുണ്ട് യതീന്ദ്രൻ. അങ്ങനെയൊക്കെ ചെയ്യോ? അതൊക്കെ ആരോ അമ്മയോട് വെറുതെ പറയുന്നതാ. എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണത്. പ്രേരണ മറ്റാരുമല്ല, കാർത്തികയ.